അഭ്രപാളികളിലെ നടന വിസ്മയം ഭരത് മുരളി ഓർമ്മയായിട്ട് 1.5 പതിറ്റാണ്ട് പൂർത്തിയാകുന്നു. ചലച്ചിത്ര നാടക നടനായും സംഗീത നാടക അക്കാദമി ചെയർമാനായും പ്രവർത്തിച്ച് തൊട്ടതെല്ലാം പൊന്നാക്കിയ മുരളി മലയാളികളുടെ മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്നു. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര താലൂക്കിലെ കുടവട്ടൂർ എന്ന ഗ്രാമത്തിൽ കൃഷ്ണപിള്ളയുടെയും ദേവകി അമ്മയുടെയും മൂത്ത മകനായി ജനനം. പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ മുരളി പിന്നീട് തിരുവനന്തപുരം ലോ കോളേജിൽ നിന്നും നിയമബിരുദം നേടി. ശേഷം ആരോഗ്യ വകുപ്പിൽ LD ക്ലാർക്കായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. UD ക്ലാർക്കായി കേരള യൂണിവേഴ്സിറ്റിയിലും ജോലി നോക്കി. ഭരത് ഗോപി സംവിധാനം ചെയ്ത ഞാറ്റടി എന്ന സിനിമയിലൂടെ മലയാള ചലച്ചിത്ര രംഗത്ത് സജീവമായ മുരളി സർക്കാർ സർവീസിലിരിക്കെ തന്നെ നാടകങ്ങളിലും അഭിനയിച്ചു. നരേന്ദ്രപ്രസാദിന്റെ നാട്യഗ്രഹത്തിൽ സജീവ സാന്നിധ്യമായിരുന്ന മുരളി പിന്നീട് അരവിന്ദന്റെ ചിദംബരം എന്ന സിനിമയിൽ ഒരു ചെറിയ വേഷം ചെയ്തു. പക്ഷേ ഹരിഹരന്റെ പഞ്ചാഗ്നി എന്ന സിനിമയിലെ അഭിനയത്തോടെയാണ് മുരളി മലയാള സിനിമയിലെ ശ്രദ്ധേയ താരമാകുന്നത്. ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത മീനമാസത്തിലെ സൂര്യൻ എന്ന ചിത്രം മുരളിയിലെ അഭിനേതാവിൻ്റെ മികവ് മലയാളി കണ്ടറിഞ്ഞ സിനിമയാണ്. 2001 നെയ്ത്തുകാരൻ എന്ന സിനിമയിലൂടെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം മുരളിയെ തേടിയെത്തി. സാഹിത്യത്തിലും മുരളി തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു. 5 പുസ്തകങ്ങൾ മുരളിയുടേതായി പുറത്തിറങ്ങി. അതിൽ അഭിനേതാവും ആശാന്റെ കവിതയും എന്ന പുസ്തകം കേരള സംഗീത നാടക അക്കാദമി അവാർഡ് നേടി. ഇന്ത്യൻ സാംസ്കാരിക ചിന്തകളുടെയും പ്രതിഫലനങ്ങളുടെയും ധാരകൾ ഉയർത്തിപ്പിടിച്ചിരുന്ന വ്യക്തിയായിരുന്നു മുരളി. തൻ്റെ സാമൂഹിക ലക്ഷ്യങ്ങളോടും കലാപരമായ പ്രചോദനങ്ങളോടുമുള്ള പ്രതിബദ്ധതയെക്കുറിച്ച് ശരിക്കും ബോധ്യമുള്ളൊരു വ്യക്തി. ഞാൻ ചെയ്യുന്ന വേഷങ്ങൾ എനിക്ക് കലാപരമായ സംതൃപ്തി നൽകണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നു എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത്. ഭരണം പോയാൽ പിന്നെ ഖദറിന് കഞ്ഞു പിഴിയാനുള്ള ശേഷി പോലും ബാക്കിയില്ലാണ്ടാവുന്ന എന്റെ പാർട്ടിയിലെ എംബോക്കെയുണ്ടല്ലോ, അവരെ മുഴുവൻ ഞാൻ കാറും ബാറും പൂത്ത കാശും കൊടുത്ത് തിരിച്ചെടുക്കും. ഉണ്ണുന്ന ചോറിന് നന്ദി കാണിക്കാൻ പഠിച്ച പട്ടികൾ ഒരുപാടൊന്നുമില്ലാത്ത എന്റെ പാർട്ടിയില് ലങ്കാലക്ഷ്മി എന്ന നാടകത്തിൽ മുരളിയുടെ രാവണ വേഷത്തെക്കുറിച്ച് KC നാരായണന്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: അധികം ഉയരമില്ല മുരളിക്ക്. മാംസളത ഒട്ടുമില്ലാത്ത മുഖത്തിന് നല്ല കരുത്തും പേശിവലിവുമുണ്ട്. നെറ്റിയിലെ നീണ്ട മുറിവിൻ്റെ പാട് ആ മുഖത്തിന് ഒരു വിശേഷ പുരുഷ ബലം നൽകി. ദേഹത്തിൻ്റെ ഉയരക്കുറവിനെ വിസ്മരിപ്പിക്കുന്നതായിരുന്നു മുഖത്തിൻ്റെ ഈ ബലവും അതിൽ നിന്ന് പുറത്തു വരുന്ന ശബ്ദവും. ശബ്ദമാണ് മുരളിയുടെ ഏറ്റവും വലിയ നാട്യ വിഭവം. മുഴങ്ങാനും മൃദുവാകാനും വേണ്ട അനുനേത അതിനുണ്ട്. മന്ത്രസ്ഥായിയിൽ അത് പ്രത്യേകം ആകർഷണമാണ്. മറ്റെന്തിനേക്കാളും ഈ ശബ്ദസിദ്ധിയാണ് മുരളിയെ രാവണ വേഷത്തിന് അർഹനാക്കിയത്. മുരളി എന്ന അതുല്യ പ്രതിഭയുടെ വിയോഗം മലയാള സിനിമയിലെ നികത്താൻ കഴിയാത്ത നഷ്ടം തന്നെയാണ്. പക്ഷേ ഇന്നും ജനങ്ങളുടെ മനസ്സിൽ മായാതെ നിൽക്കുകയാണ് അദ്ദേഹം നൽകിയ എണ്ണമറ്റ കഥാപാത്രങ്ങൾ. എന്നെന്നും ഓർമ്മയിൽ നടന വിസ്മയം. ധീരനായ പോരാളിയുടെ മരണം ചോര വീഴ്ത്തിക്കൊണ്ടായിരിക്കും.